ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? ഡിമെൻഷ്യ ബിയോണ്ട് ഫോർഗെറ്റിംഗ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ഡിമെൻഷ്യ ഉള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ പറ്റിയാണ്, അല്ലെങ്കിൽ 10 അബ്സല്യൂട്ട്സിനെ പറ്റിയാണ്. അതിൽ 6 അബ്സല്യൂട്ട്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയുള്ള 4 അബ്സല്യൂട്ട്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നെവർ സേ യു കാൺട്ട് ഡു ദാറ്റ്, ഓൾവേസ് സേ ഡു വാട്ട് യു ക്യാൻ ഡു. നമുക്കറിയാം, ഡിമെൻഷ്യ ഉള്ളവർക്ക് ഓർമ്മക്കുറവുണ്ടാകും, അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്ര വേഗത ഉണ്ടാകത്തില്ല. അപ്പം എന്നാൽ തന്നെയും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകണം, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകണം, നമുക്കൊരു സമയക്കുറവുകളുണ്ടെന്നറിയാം. എന്നാൽ തന്നെയും നമ്മൾ അവരെ ഓരോന്ന് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യണം. അവരോട് ഒരിക്കലും പറയരുത് അമ്മ അത് ചെയ്താൽ താമസിക്കും, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്തോളാം, അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കണം. എന്നാലേ അവരുടെ ആ ഒരു ഉള്ള എബിലിറ്റി എങ്കിലും നമുക്ക് ഉള്ള അത്രയും നാള് നമുക്ക് അത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവരിലുള്ള എബിലിറ്റീസ് ഒക്കെ പെട്ടെന്ന് തന്നെ നഷ്ടമാകും. ഇപ്പം നമ്മൾ ഉദാഹരണമൊക്കെ പറഞ്ഞാൽ, പെട്ടെന്ന് അവരുടെ പേഴ്സണൽ കെയർ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പെട്ടെന്ന് പല്ല് തേച്ച് കൊടുക്കും, പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കും, കുളിപ്പിച്ചു കൊടുക്കും, കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടി. അപ്പം അങ്ങനെയല്ല, അവർക്കതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ ക്ഷമയോടെ നിന്നുകൊണ്ട് അവരെ കൊണ്ട് തന്നെ കുറച്ച് പയ്യെ സ്ലോ ആയിട്ടാണെങ്കിലും അത് ചെയ്യിപ്പിക്കണം. ഇല്ലെങ്കിൽ അവരിലുള്ള ആ എബിലിറ്റി അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം വീട്ടിലെ ഓരോ ചെറിയ ചെറിയ ജോലികളാണെങ്കിലും, അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആണെങ്കിലും, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം എടുത്താലും ചെയ്യിക്കണം. ഇല്ലെങ്കിൽ ആ ടാസ്കൊക്കെ ഉള്ള സ്കില്ലൊക്കെ അവരിൽ നിന്നും അങ്ങ് മാഞ്ഞു പോകും. പിന്നെയുള്ള രണ്ടാമത്തെ എന്ന് പറയുന്നത് നെവർ കമാൻഡ്, ഓൾവേസ് മോഡൽ ഓർ ആസ്ക് ടു ഡു. അതായത് ഒരിക്കലും അവരോട് പറയരുത്, അമ്മയെ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച്, അല്ലെങ്കിൽ അമ്മ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ച്, വീട്ടിലെ ഒരു ജോലിയും ചെയ്യത്തില്ല, അമ്മ മുറ്റമൊക്കെ ഒന്ന് അടിച്ച്. അപ്പം അങ്ങനെ ഒരിക്കലും അവരോട് ഒരു കാര്യം കമാൻഡ് ചെയ്യരുത്. എപ്പോഴും നമ്മളിപ്പോൾ ഒരു തുണിയൊക്കെ മടക്കണം, അവരെ കൊണ്ട് തുണിയൊക്കെ ചെറുതായിട്ടൊന്ന് മടക്കിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയൊക്കെ അവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് അവരുടെ കൂടെ ഇരുന്ന് ഒന്ന് മടക്കണം. എന്നിട്ട് അമ്മയോട് ചോദിക്കണം, ഇതിലൊന്ന് അമ്മ മടക്കാമോ, അല്ലെങ്കിൽ അമ്മ ഇതുപോലെ ഒന്ന് മടക്കിക്കേ. ഇല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ അരിയുന്നതാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് അമ്മയോട് ചോദിക്കണം, അമ്മ ഇതുപോലെ ഒന്ന് അരിയുമോ. അങ്ങനെ ആദ്യം നമ്മളൊന്ന് മോഡലായി കാണിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം. അവർക്ക് പെട്ടെന്ന് പണ്ടത്തെ അതേ രീതിയിൽ സ്പീഡിൽ ഓർത്ത് അതേ പെർഫെക്ഷനോട് കൂടിയൊന്നും അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ ചിലപ്പം പറ്റില്ല. അപ്പം നമ്മൾ ഒരു മോഡലായിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെയുള്ളത് നെവർ കണ്ടസെൻറ്റ്, ഓൾവേസ് പ്രൈസ് ഓർ എൻകറേജ് എന്ന് പറയുന്നത്, നമ്മൾ അവരെ ഒരു വാല്യൂ ഇല്ലാത്തവരായിട്ടോ റെസ്പെക്റ്റ് ഇല്ലാത്തവരായിട്ടോ ഡിഗ്നിറ്റി ഇല്ലാത്തവരായിട്ടോ കാണരുത്. എപ്പോഴും അവർക്കൊരു വാല്യൂ കൊടുക്കണം, അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവർക്ക് ഡിഗ്നിറ്റി കൊടുക്കണം, പ്രൈവസി കൊടുക്കണം. അതിനെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരെ ഒരു മനുഷ്യരായി, അതായത് നമ്മുടെ പേരൻസ് ആണെങ്കിൽ അങ്ങനെ, റിലേറ്റീവ്സ് ആണെങ്കിൽ അങ്ങനെ, അവർക്കുള്ള റെസ്പെക്റ്റ്, വാല്യൂ, ഡിഗ്നിറ്റി എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കണം. അതായത് അപ്പോൾ അവരിപ്പോൾ അവരുടെ മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും ഓർത്ത് ചെറിയ കാര്യങ്ങൾ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യമൊക്കെ ചെറുതായിട്ടൊന്ന് ചെയ്താൽ തന്നെ അതിനെ പ്രേസ് ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും, അതുപോലെ അവരുടെ മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാനും ഒക്കെ അവരെ എൻകറേജ് ചെയ്യണം. അല്ലാതെ അവരെ ഒരിക്കലും ഇനി അധികം ഓർമ്മയൊന്നുമില്ല, അല്ലെങ്കിൽ ചെയ്യാൻ അധികം ഒന്നും പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർക്കൊരു വാല്യൂ കൊടുക്കാതെ ഇരിക്കരുത്. പിന്നെയുള്ളതാണ് നെവർ ഫോഴ്സ്, ഓൾവേസ് റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ചിലർക്ക് ഇങ്ങനെ ചിലർ നമ്മൾ എപ്പോഴും ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതായിട്ടൊക്കെ കാണാം, ചെയറിൽ അങ്ങനെ ഇരിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവരെ പിടിച്ച് അവിടെ ഇരുത്തും, ഫോഴ്സ് ചെയ്ത് അവിടെ ഇരുത്തും. പിന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഉള്ള വീൽ ചെയറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെയർ ആണെങ്കിൽ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട്, അല്ലെങ്കിൽ കൈ കൊണ്ട് പിടിച്ചൊക്കെ നമ്മൾ അവിടെ ഇരുത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്കുള്ളത് നമ്മളോട്ട് പറയാൻ ശ്രമിക്കുന്നതോ അവർ എക്സ്പ്രസ് ചെയ്യുന്നതോ ആയിരിക്കാം അങ്ങനെ അവരൊരു റെസ്റ്റ്ലെസ് ആകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അവർക്ക് ഒന്നെങ്കിൽ ടോയ്ലറ്റിൽ പോകണമായിരിക്കും, അവർക്ക് ടോയ്ലറ്റ് എവിടെയാണെന്ന് അറിയില്ല, അവർ ടോയ്ലറ്റ് അന്വേഷിക്കുമായിരിക്കും. അപ്പം നമ്മൾ അത് മനസ്സിലാക്കിയാൽ നമ്മൾ ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കുക, അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോവുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് പെയിൻ ഉണ്ടായിട്ടായിരിക്കാം, അപ്പോൾ പെയിൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കി പെയിൻ മെഡിക്കേഷൻ കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ ദാഹിച്ചിട്ടായിരിക്കും, അപ്പോൾ അവർക്ക് വെള്ളം, അല്ലെങ്കിൽ വിശന്നിട്ടായിരിക്കും, അപ്പോൾ ഭക്ഷണം കൊടുക്കണം. അങ്ങനെ അവരുടെ നീഡ് മനസ്സിലാക്കി, അവർ റെസ്റ്റ്ലെസ് ആവുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നീഡ് ഫിക്സ് ആക്കിയതിന് ശേഷം അവർ ഒരുപക്ഷെ അവിടെ തന്നെ
തിരിച്ച് ക്വയറ്റായിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലരൊക്കെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് മടിയായിരിക്കും, അല്ലെങ്കിൽ അവർ രാവിലെ എഴുന്നേൽക്കില്ല. അപ്പോൾ അന്ന് ദിവസം ചിലപ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടായിരിക്കും, അവർക്കത് പറയാൻ പറ്റില്ല, അവർക്ക് കിടക്കണമായിരിക്കും. അപ്പോൾ ഒരിക്കലും അവരെ എല്ലാം എഴുന്നേക്ക് എത്ര നേരമായെന്നറിയാമോ, രാവിലെ ഇപ്പോൾ 10-11 മണിയായി, എന്താ ഇതൊരു എഴുന്നേക്കാത്ത എന്നൊക്കെ പറയാൻ അവരെ ഫോഴ്സ് ചെയ്യരുത്. അവർക്കൊരു പക്ഷേ ക്ഷീണമാണെങ്കിൽ അവർ കുറച്ച് നേരം കൂടെ കിടന്നോട്ടെ, അവർക്ക് എഴുന്നേൽക്കേണ്ട സമയമാകുമ്പോൾ അവരെഴുന്നേൽക്കും. പിന്നെ എന്ന് പറയുന്നത് ചിലരെ നമുക്ക് റീഇൻഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് എണീപ്പിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മടി പിടിച്ച് എഴുന്നേൽക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ച് കിടക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പറയണം. ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഡ്രൈവിന് പോകുന്നത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ വാക്കിന് പോകുന്നത് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ പറയണം, അച്ഛൻ പെട്ടെന്ന് എണീറ്റ് റെഡി ആയാലേ നമുക്കിന്നൊരു ഡ്രൈവിന് പോകാം, നമുക്ക് ആ പാർക്കിലോട്ടൊന്ന് പോകാം, അല്ലെങ്കിൽ പള്ളിയിലോട്ടൊന്ന് പോകാം, ഇപ്പോൾ പെട്ടെന്ന് റെഡിയായാൽ നമുക്ക് ഒന്ന് നടന്നിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പം പെട്ടെന്ന് എഴുന്നേൽക്കും. അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് റെഡി ആയാൽ ഇന്ന ഭക്ഷണം കഴിക്കും കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിപ്പോൾ കഴിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്ത് നമുക്ക് എണീപ്പിക്കാം. അല്ലാതെ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യരുത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡിമെൻഷ്യ ഉള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ 3 വീഡിയോകളിലായി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ആ 10 അബ്സല്യൂട്ട്സിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ആ 10 അബ്സല്യൂട്ട്സ് ഞാനിവിടെ ഒന്നും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഒന്നാമതായിട്ടുള്ളത്, നെവർ ആർഗ്യൂ, ഓൾവേസ് എഗ്രി, നെവർ റീസൺ, ഇൻസ്റ്റീഡ് ഡൈവേർട്ട്, നെവർ ഷെയിം, ഓൾവേസ് റീഡയറക്റ്റ്, never lecture, always reassure, never say I told you already, instead repeat, never ask to remember, always reminiscence, never command, always ask or model, never condescend, always praise or encourage, never force, always reinforce, never say you can't do it, always say do what you can do. ഇങ്ങനെയുള്ള 10 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഡിമെൻഷ്യ ഉള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 അബ്സല്യൂട്ട്സ്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്. ഇനിയും ഉള്ള ഡിമെൻഷ്യയുടെ കമ്മ്യൂണിക്കേഷനെ പറ്റിയുമുള്ള കൂടുതൽ ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.